ഡേ കേരള പോയി എന്തേ നിങ്ങൾ കേരളം കുറെ നാളുകൊണ്ട് ചോദിക്കുന്ന ഒരു കാര്യം അതങ്ങ് അനുവദിക്കാം. എന്താണ് നിങ്ങൾ യൂണിയൻ ഗവൺമെന്റ് ഞങ്ങൾക്ക് തരാനുള്ള നികുതി വിഹിതം വല്ലതും കൂട്ടാൻ തീരുമാനമായിട്ടുണ്ടോ? അല്ല, ബഡ്ജറ്റ് ഒന്നല്ല, അതിൽ കൂട്ടാതെ പിന്നെ ഇപ്പം അങ്ങനെ പറയാൻ കാര്യം? അതൊന്നല്ലടേ, നിങ്ങൾ വലിയ സമരം ക്യാമ്പയിനൊക്കെ എടുത്തില്ല ഞങ്ങൾക്കെതിരെ, അതൊന്നും മനസ്സിൽ വെക്കുന്നില്ല. പിന്നെ ഞങ്ങൾ ദ്രോഹികളും നാറികളാണെന്നും നിങ്ങൾക്കെതിരെ ചിറ്റമനയാണ് എടുക്കുന്നതും എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു നടക്കുന്നത്. അത് സത്യമല്ലേ? നിങ്ങൾ എല്ലാ കാലവും അങ്ങനെയല്ലേ കാണിച്ചത്? ഈ കഴിഞ്ഞ ബഡ്ജറ്റ് വരെ അതല്ലേ കാണിച്ചത്? ഇതിപ്പോ നിങ്ങൾ കാണിക്കുന്നതിന് കുഴപ്പമില്ല, ഞങ്ങൾ പറയുന്നതാണ് കുഴപ്പമല്ലേ? അത് വിട്, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ക്ഷമിച്ചു. അതിന് നിങ്ങൾ ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്ത ക്രൂരതയെ അവഗണനയെ മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, കൂടുതലും പറഞ്ഞിട്ടില്ല, കുറവും പറഞ്ഞിട്ടില്ല. ആ, ഞങ്ങൾ ഏതായാലും ആ മുണ്ടക്കൈ ദുരിതബാധിതർക്ക് സഹായം അനുവദിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ആ മനസ്സ് സമ്മതിക്കണം. ശരിക്കും നിങ്ങൾ തന്നെയാണ് ഇത് പറയണത്? വല്ല ഉടായിപ്പാണോ അടേ? എടേ പോടെ, ഒരു 529 കോടി രൂപ അങ്ങ് തരും. ഹാപ്പി അല്ലേ? അതിന് ഞങ്ങൾ 529 കോടിയല്ലല്ലോ ചോദിച്ചത്. ചോദിച്ചതിന്റെ പകുതി എന്നിട്ട് ഹാപ്പി ആയോ എന്ന് ചോദിച്ചാൽ എന്ത് പറയാ? നിങ്ങളുടെ ബഡ്ജറ്റിൽ 750 കോടി രൂപ അനുവദിച്ചിട്ടില്ലേ? അത് ശരി. അപ്പൊ ഞങ്ങളെ ബഡ്ജറ്റ് 750 കോടി ഉൾപ്പെടുത്തണം നോക്കി ഇരിക്കായിരുന്നല്ലേ? അല്ല, അങ്ങനെയല്ല, നിങ്ങൾ എന്തായാലും ചെയ്യുന്നത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതിന്റെ ഒരു ഓളൊക്കെ കഴിഞ്ഞാലല്ലേ ഞങ്ങൾ തരുന്ന ഒരു സംഭവമുള്ളൂ. ഇത്രയെങ്കിലും തന്നല്ല. അല്ലടേ, ഇനി ഇതിന്റെ പേരിൽ ഞങ്ങൾ ആ ഉള്ള നികുതി വിഹിതത്തിൽ നിന്ന് വല്ലതും വെട്ടിക്കുറയ്ക്കോ? ഇല്ലില്ല, പണി തന്നതല്ലാന്ന് കരുതിക്കോട്ടെ. അല്ലല്ല. ഹലോ, ഇതെല്ലാ മാധ്യമങ്ങളിലും വിളിച്ചൊന്ന് കൊടുക്കാൻ പറയണം കേട്ടോ. അതെ, ഒരു മിനിറ്റ്, ഒരു കാര്യം ഉണ്ട് കേട്ടോ. അതെ, നമ്മളിത് സോഫ്റ്റ് ലോൺ അഥവാ വായ്പയായിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. പലിശയൊന്നും വേണ്ട, ഒരു 50 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. അല്ല, അപ്പൊ സഹായം എന്ന് പറഞ്ഞിട്ട്? അതെ, തിരികെ തരേണ്ടതാണല്ലോ സഹായം. അല്ല, ഇത് ഞങ്ങൾ തന്നെ എഴുതി തന്ന വഴിയല്ലേ? അതെ. അല്ല, ഇത് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സഹായത്തിന് പുറമെ ഞങ്ങളെ എങ്ങനെയൊക്കെ സഹായിക്കാമെന്നുള്ളത് ഞങ്ങൾ എഴുതി തന്നതിന്റെ അകത്തുള്ള സാധനമാണ്. അത് നിങ്ങൾ ഞങ്ങളെ ഇതിന്റെ എക്സ്ട്രാ ആയിട്ട് സഹായിക്കാൻ വേണ്ടിട്ട് തന്ന വഴിയാണിത്. അതെ, നിങ്ങൾ തന്ന മുഴുവൻ വഴികളും പരിശോധിച്ചിട്ട് അതിന് ഞങ്ങൾ തിരഞ്ഞെടുത്താണ് ഈ വഴി. ഇതാവുമ്പോ നിങ്ങൾക്ക് ഇത്രയും രൂപ തന്നുള്ള ആ കുത്തല് അത് ഞങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ. എന്തൊരു വൃത്തിയായിട്ട മനസ്സാണോ നിങ്ങളുള്ളത്? ഞങ്ങൾ ഇന്ത്യക്കാർ തന്നെയാണ്. തീർന്നില്ല, ഈ അനുവദിച്ച തുക റോഡ് പണിയാനും കെട്ടിടം കെട്ടാനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ വർഷം മാർച്ച് 31 മുമ്പ് ഇത് ഉപയോഗിച്ച് തീർക്കണം. പിന്നെ ഫണ്ട് അനുവദിച്ചു എന്നുള്ള എക്സ്പെൻഡിച്ചർ കാണിച്ചാൽ പോരാ, പണി തീർക്കണം. എന്തോന്ന്? അല്ല, അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് സാമാന്യ ബോധം എന്ന് പറയുന്ന സാധനം ഉണ്ടാ? ഇന്ന് ഫെബ്രുവരി 14, മാർച്ച് 31 എന്ന് പറയുമ്പം 45 ദിവസം കൊണ്ട് ഈ വെള്ളാർമല സ്കൂളും അവിടുത്തെ റോഡും കെട്ടിടവും എല്ലാം കെട്ടി തീർക്കണമെന്നാണ് നിങ്ങൾ പറയണത്? അല്ല, ഇതെല്ലാം നടക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇതല്ല, മാർച്ച് 31 മുമ്പ് നടക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അപ്പൊ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പണി തരാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ? അല്ല, നിങ്ങൾ അതൊക്കെ ഞങ്ങൾ നടക്കും. ഞങ്ങൾക്ക് എന്താ ഭ്രാന്താണ്? അല്ല, ബീഹാറിനും ആന്ധ്രയ്ക്കും ത്രിപുരയ്ക്കും ആസാമിനും ഒക്കെ കൊടുത്തപ്പോ ഇത് കണ്ടില്ലായിരുന്നല്ല? അപ്പൊ ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്ന? പിന്നെ അവന്മാരില്ലാതെ നമുക്ക് ഭരിക്കാൻ പറ്റില്ലല്ലോ.